നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള പാമ്പൻ പാലത്തിന്റെ മുകളിലാണ്. പാമ്പൻ പാലത്തിന് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിന്റെ ചരിത്രങ്ങൾ പറയാനുണ്ട്, ഒരു ദുരന്ത കഥ പറയാനുണ്ട്, അതുപോലെ തന്നെ മെട്രോമാൻ EM ശ്രീധരന്റെ കഥ പറയാനുണ്ട്. ഈ പാലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് പഴയ ഈ ഇന്ത്യൻ റെയിൽവേയുടെ ഈ മേൽപ്പാലം നിർമ്മിക്കപ്പെട്ടത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലാണ്. ഈ ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ചത് ഇവിടെ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യുകയാണ് ചെയ്തത്. കപ്പൽ വരുമ്പോൾ ഈ പാലം രണ്ട് ദിക്കിലേക്ക് ഉയരുകയും ട്രെയിൻ വരുമ്പോൾ അത് ട്രെയിന് ഗതാഗത യോഗ്യമാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ. പക്ഷെ ഈ 2025 നമ്മളുടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പുതിയ പാലം, ആ പുതിയ പാലം മറ്റൊരു രീതിയിലാണ്, ലിഫ്റ്റിംഗ് ആണ്. ആ പാലം മുകളിലേക്ക് ഉയരുകയാണ്. അപ്പൊ നമുക്ക് ഈ പാമ്പൻ പാലത്തിന്റെ ചരിത്രത്തിന്റെ പുറകെ അല്പം ഒന്ന് യാത്ര ചെയ്താലോ? ഓക്കെ. പാമ്പൻ പാലത്തിന്റെ ചരിത്രത്തിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സുവർണകാലത്തോളം തന്നെ വഴക്കമുണ്ട്. പാക് കടലിടുക്കിന് കുറുകെ പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത് ധനുഷ്കോടിയും ശ്രീലങ്കയുമായുള്ള സാമീപ്യമാണ്. രാമേശ്വരത്തിന്റെ ഏറ്റവും കിഴക്കേ ഭാഗത്ത് സമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു തുരുത്താണ് ഈ ധനുഷ്കോടി. ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് കടലിലൂടെ 16 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പണ്ട് സീതയെയും അപഹരിച്ച് കടന്നുപോയ രാവണനെ പിടിക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് പോയത് ഇതുവഴി എന്നാണ് ഐതിഹ്യം. ചരക്കുകളും മറ്റ് ദക്ഷിണേന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് എത്തിക്കാൻ ഏക തടസ്സം പാക് കടലിടുക്കായിരുന്നു. 1914 ഫെബ്രുവരി 24 പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനി MD ആയിരുന്ന നെവിലി പ്രെസ്ലി ആയിരുന്നു ഉദ്ഘാടകൻ. വൈറ്റ് എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു പ്രൊജക്ട് ഓഫീസർ. കപ്പലുകൾക്ക് കടന്നു പോകേണ്ടിയിരുന്നതിനാൽ നടുഭാഗം കപ്പൽ ചാലിന്റെ വീതിയിൽ ഇരുവശങ്ങളിലേക്കുമായി ഉയർത്തി മാറ്റാവുന്ന രീതിയിലാണ് പാലം രൂപകൽപ്പന ചെയ്തത്. അന്നത്തെ സാങ്കേതിക വളർച്ച വെച്ച് നോക്കുമ്പോൾ അത്യാധുനികമായിരുന്നു ഈ ലിഫ്റ്റ്. ലണ്ടനിൽ നിർമ്മിച്ച് ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ബ്രിട്ടീഷ് കാലത്തെ നിർമ്മിതിയായതിനാലും പിന്നീട് പുതുക്കിപ്പണിത കരുത്തിലും ഈ പാലം ഒരു നൂറ്റാണ്ടിലേറെ ദൃഢതയോടെ നിലകൊണ്ടു. പാമ്പൻ പാലം യാഥാർത്ഥ്യമായതോടെ ദക്ഷിണേന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ശ്രീലങ്കയിലേക്കുള്ള പോക്കുവരവ് ഏറെ എളുപ്പമായി. പാലം പണിയും മുമ്പ് മണ്ഡപം വരെ സർവീസ് നടത്തിയിരുന്ന ട്രെയിൻ ധനുഷ്കോടി വരെയാക്കി. ധനുഷ്കോടിയിൽ നിന്നും ശ്രീലങ്കയിലെ തലൈമാനാറിലേക്ക് നിരവധി ചെറുകപ്പലുകൾ സർവീസ് നടത്തി. അവിടെ നിന്ന് കൊളംബോയിലേക്ക് വേറെ ട്രെയിൻ. കോയമ്പത്തൂരിൽ നിന്നും കോട്ടയത്തു നിന്നുമെല്ലാം ഒറ്റ ടിക്കറ്റിന് കൊളംബോ വരെ എത്താമായിരുന്നു. 3 ഭാഗവും കടലിനാൽ ചുറ്റപ്പെട്ട ധനുഷ്കോടിക്ക് ഒരു ആധുനിക നഗരത്തിന്റെ എല്ലാ കെട്ടും മട്ടും ഉണ്ടായിരുന്നു അന്ന്. അതിശക്തമായ ചുഴലിക്കാറ്റ് പാമ്പൻ ദ്വീപിനെ തകർത്തെറിഞ്ഞു. ധനുഷ്കോടിയെ തകർത്തെറിഞ്ഞ കൊടുങ്കാറ്റിൽ പാമ്പൻ പാലത്തിന് മുകളിലൂടെയാണ് തിരമാലകൾ ആഞ്ഞടിച്ചത്. ധനുഷ്കോടിയിലേക്ക് പോവുകയായിരുന്ന ഒരു ട്രെയിൻ ഒന്നാകെ കടലിലേക്ക് ഒലിച്ചുപോയി. ആരും രക്ഷപ്പെട്ടില്ല. അന്ന് 115 യാത്രക്കാർ മരിച്ചു. ധനുഷ്കോടി പട്ടണവും റോഡും തീവണ്ടിപ്പാളവും എല്ലാം പൂർണ്ണമായി നശിച്ചു. പാമ്പൻ പാലത്തിനും കാര്യമായി കേടുപാട് പറ്റി. പാലത്തിന് നടുവിലെ ലിഫ്റ്റ് ചുഴലിയിലും തകർന്നില്ല. ദുർഘടമായ കൊങ്കൺ പാതയും ഡൽഹി മെട്രോയും പണിയാൻ നേതൃത്വം വഹിച്ച ഈ ശ്രീധരൻ തന്നെയാണ് പാമ്പൻ പാലവും പുതുക്കിപ്പണിയാൻ നേതൃത്വം വഹിച്ചത്. ദുരന്തത്തിന് ശേഷം ധനുഷ്കോടിയിൽ ആളൊഴിഞ്ഞു. തകർന്ന കെട്ടിടങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളതെന്ന് നമ്മൾ മുൻ എപ്പിസോഡുകളിൽ കണ്ടു. തീവണ്ടികൾ രാമേശ്വരം വരെയേ പോകൂ. തിരയിൽപ്പെട്ട പാസഞ്ചർ വണ്ടി കടലിലേക്ക് മറിഞ്ഞ് അന്ന് തകർന്ന റെയിൽവേ സ്റ്റേഷനുകളെയും പാളത്തിൻ്റെയും അവശിഷ്ടം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൊടുങ്കാറ്റിൽ പാലത്തിൻ്റെ പല ഭാഗങ്ങളും തകർന്നുവെങ്കിലും മധ്യഭാഗത്ത് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പാലം പുതുക്കിപ്പണിതു. 1988 റെയിൽവേ ട്രാക്കിന് സമാന്തരമായി റോഡ് പാലം വരുന്നതുവരെ ഇതായിരുന്നു രാമേശ്വരത്തുള്ളവർക്ക് വൻകരയുമായി ബന്ധപ്പെടാനുള്ള ഏക വഴി. പുതിയ ഒരു ബ്രോഡ് ഗേജ് പാലം നിർമ്മിക്കണമെങ്കിൽ 800 കോടി രൂപ ചെലവ് വേണ്ടി വരുമെന്നതിനാൽ പാമ്പൻ പാലം ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നപ്പോഴാണ് APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പാലം പുതുക്കിപ്പണിത് ബ്രോഡ് ഗേജ് ആക്കാൻ IIT വിദഗ്ധരുടെ സഹായത്താൽ കഴിഞ്ഞു. 2007 പാമ്പൻ പാലം ബ്രോഡ് ഗേജായി മാറി. 24 കോടി രൂപയായിരുന്നു ചിലവ്. 2009 ചരക്ക് തീവണ്ടികൾക്ക് പോകാൻ കഴിയുന്ന വിധം പാലം ശക്തിപ്പെടുത്തി. പാമ്പൻ പാലത്തിന് 2057 മീറ്റർ നീളമുണ്ട്. 145 തൂണുകൾ,
40 അടി വീതിയിലുള്ള ഉരുക്കു ഗാർഡർ. ഇത് ഇന്ത്യയിലെ ആദ്യ കാൻഡിലിവർ പാലം ആണ്. ഇരുവശത്തേക്കും കത്രിക പോലെ മടക്കുകയോ വിടർത്തുകയോ ചെയ്യാവുന്ന മടക്കു കത്രിക പാലം. പാക്ക് കടലിടുക്കിലൂടെ കപ്പലുകൾ വരുമ്പോൾ പാമ്പൻ റെയിൽ പാലം പൂട്ടഴിച്ച് ഗേറ്റ് തുറക്കുന്നത് പോലെ ഇരുവശത്തേക്കും ഉയർത്തും. അടിയിലൂടെ കപ്പലുകൾ പോകും. പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ താഴ്ത്തി വീണ്ടും ചേർത്ത് വെച്ച് ട്രെയിനുകൾ കടന്നു പോകുന്നു. ഇതുവഴി ഒരു മാസം ഏകദേശം 10 കപ്പലുകളെങ്കിലും കടന്നു പോകുന്നു എന്നതാണ് കണക്ക്. 2 കിലോമീറ്ററിലേറെ നീളമുള്ള പഴയ പാലത്തിൽ കാലപ്പഴക്കം കാരണം അറ്റകുറ്റപ്പണി അസാധ്യമായ സാഹചര്യത്തിലാണ് ഈ പാലത്തിന് സമാന്തരമായി തന്നെ പുതിയ പാലം നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചത്. റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം. പുതിയ പാമ്പൻ പാലത്തിന് 2019 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തറക്കല്ലിട്ടത്. ഉദ്ദേശം 540 കോടി രൂപയാണ് നിർമ്മാണ ചെലവായി കരുതിയത്. 2022 മാർച്ചിൽ പണി പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമെങ്കിലും പിന്നീട് അത് നീണ്ടുപോയി. 1914 പഴയ പാമ്പൻ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിച്ചത്. 2.07 കിലോമീറ്റർ നീളമുള്ള ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ്. ഇതോടൊപ്പം രാമേശ്വരം റെയിൽവേ സ്റ്റേഷനും നവീകരിക്കപ്പെട്ടു. 2024 നിർമ്മാണം പൂർത്തിയാക്കിയ പാലം എല്ലാവിധ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം 2025 ഏപ്രിൽ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷപരമായി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 2 സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് പ്രകൃതി കനിഞ്ഞു നൽകിയ മനോഹാരിതയ്ക്കൊപ്പം മനുഷ്യന്റെ സാങ്കേതിക വിദ്യയും ഒത്തുചേർന്നപ്പോൾ നയനമനോഹരമായ കാഴ്ചകൾ. അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് രാമേശ്വരത്ത് നിന്ന് തിരിക്കുമ്പോൾ അറിവും ആനന്ദവും നൽകിയ ഭാരതയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കേവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു നാട്ടിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.